ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഉത്രാടത്തിന്റെ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനി അടുത്ത് വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണാൻ പോകുന്നത്. എല്ലാവരും ഓണത്തിരക്കിലാണെന്നറിയാം. ഓണത്തിരക്കൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടും കമന്റ് ഒന്നും ഇടാതെ പോകുന്നുണ്ട് കേട്ടോ. അതിലെനിക്കൊരു ചെറിയൊരു പരിഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടി ചെയ്തേക്കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇനിയും തുടർന്ന് വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തേ വന്നിട്ട് തിരുവോണത്തിന്റെ അന്ന് ഉടുക്കാനുള്ള ഈ സാരിയൊക്കെ ഒന്ന് പ്രീ പ്ലേറ്റ്സ് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഏത് ഫംഗ്ഷൻ വന്നാലും ഇതുപോലെയാണ് കേട്ടോ. നേരത്തെ തന്നെ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചേക്കും. ഒന്നാമത്തെ കാര്യം, എനിക്ക് സാരി ഉടുക്കാനായിട്ട് നല്ല മടിയാണ്. നല്ല ക്ഷമയുണ്ടെങ്കിലാണ് നല്ലോണം ഉടുത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ് സാധാരണയായിട്ട് സാരി ഉടുക്കാറുള്ളത്. മുന്നേക്കെ ആണെങ്കിൽ രാവിലെയാണ് പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് ഉടുത്തോണ്ടിരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആമിയൊക്കെ ഉണ്ടായതിനു ശേഷം തലേ ദിവസം തന്നെ ഇങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചേക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു സൈഡിൽ വരുന്ന പ്ലേറ്റ്സ് മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഫ്രണ്ടിലുള്ള പ്ലേറ്റ്സും കൂടി എടുത്ത് വെച്ചേക്കും. അപ്പോൾ എല്ലാം ഒന്ന് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് എത്ര തിരക്കാണെങ്കിലും 5 മിനിറ്റിനുള്ളിൽ തന്നെ സാരി എടുത്ത് ഉടുത്താൽ മതി. നല്ലോണം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് സാരി പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുന്ന പോലെ തന്നെ വെക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് മെനക്കേടണമെന്നേ ഉള്ളൂ. തലേ ദിവസം നമ്മളൊന്ന് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അടുത്ത വീട്ടിലെ ആന്റിയുടെ മോന്റെ കല്യാണത്തിന് പോയിരുന്നു. അപ്പൊ അന്നും തലേ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ. ഇപ്പോഴും എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും സാരി ഉടുക്കാനൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ആദ്യത്തെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉടുക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ എന്റെ പഴയ ഫോട്ടോസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ മടി കാരണമാണ് പലപ്പോഴും സാരി ഉടുക്കാത്തത്. അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ മുന്നേ ആരോ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സാരി ഉടുത്തത് നല്ല ഭംഗിയാണ്, സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ അത് ഒരാളിങ്ങനെ നമ്മളെ കുറിച്ച് പറയുന്ന കേൾക്കുമ്പോഴല്ല നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വരുന്നത്. അപ്പൊ ഞാൻ കൂടുതലും ചുരിദാറാണ് പ്രിഫർ ചെയ്യുന്നത് പുറത്തൊക്കെ പോകുമ്പോഴും ഒക്കെ. പക്ഷെ ഈ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും സാരിയിലോട്ട് മാറും. എൻ്റെ അടുത്ത് വളരെ കുറച്ച് കളക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ സാരിയൊക്കെ. അപ്പൊ ഞാൻ ഈ എടുത്തേക്കുന്ന സാരി ഞാൻ മീഷോന്ന് എടുത്തതാണ്. 2 വർഷം മുന്നെയോ 1 വർഷം മുന്നേ എന്തോ ആണ് ഞാനിത്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, വിഷുവിന് എടുത്തതാണ് കേട്ടോ. ഇതുവരേക്കും ഉടുത്തിട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിലുള്ള സാരിയാണ്, നല്ല ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല പ്യുവർ ആയിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയൽ ആണ്. റേറ്റും നല്ല കുറവാണ്. 700 ആ ഒരു റേഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഞാൻ ദേ വന്നിട്ട് അടുത്ത് ഒന്ന് ഐബ്രോ ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ അധികം ആ ഒരു മാമ എർത്തിന്റെ മുൾട്ടാണി മിട്ടിയുടെ ഫേസ് പാക്ക് ആണല്ലോ ഇട്ടുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഞാനങ്ങനെ യൂസ് ചെയ്യുന്നില്ലേ. കാരണം റീസെന്റ് ആയിട്ട് ഞാനത് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് മുഖത്ത് ചെറിയ കുരുക്കൾ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ റിസ്ക് എടുക്കുന്നില്ല എന്ന് വെച്ചു. ഞങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്ക് ഇങ്ങനെ സ്കിന്നിന് അലർജിയൊക്കെ ഉണ്ടാവാറുണ്ട്. അധികം പ്രോഡക്ട്സുകളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ആദ്യമൊന്നും ഈ മാമ എർത്തിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ റീസെന്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് ചെറിയൊരു അലർജി പോലെ വരുന്നുണ്ട്. ചെറിയ പിമ്പിൾസ് പോലെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് മുഖം വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തക്കാളിയിൽ കുറച്ച് വൈറ്റ് ഷുഗർ ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വേറെ പാക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം മാരേജിന് പോയപ്പോഴും ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്. എന്നിട്ട് നല്ലോണം അതൊന്ന് സ്കിന്നിലൊന്ന് അബ്സോർബ് ആയതിനു ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ. അപ്പോഴത്തേക്കും നല്ലോണം വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ഡേയിലത്തേക്കും നല്ല നീറ്റ് ആയിരിക്കും കേട്ടോ സ്കിന്ന്. പിന്നെ അധികം അങ്ങനെ സോപ്പ് യൂസ് ചെയ്യത്തില്ല ഈ ഒരു തക്കാളിയുടെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ മേലെ വന്നേക്കുവാണ്. തുണികൾ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഇനിയിപ്പോൾ എന്തായാലും തിരുവോണമായിട്ട് നമ്മൾ അങ്ങനെ തുണികൾ കഴുകാറില്ല കേട്ടോ. ഞങ്ങൾ നാട്ടിലൊന്നും അങ്ങനെ തുണി കഴുകാറില്ല തിരുവോണ ദിവസം രാവിലെ. അപ്പോൾ അതുകൊണ്ട് തലേന്ന് തന്നെ എല്ലാം കഴുകി വിരിച്ചേക്കുവാണ്. പിന്നെ കുറച്ച് തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് വന്ന് നോക്കി നിൽക്കുവാണ്. പിന്നെ ആമിക്ക് ഇവിടെ വന്ന് സൈക്കിൾ ഓടിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ ആമിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ഈവനിങ് ആണ് അവൾ വന്നത്. ആമി വന്നതിന് ശേഷം പിന്നെ ഞാൻ ഈ സാരിയുടെ പ്രീ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഫേസിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നേരെ മേലേക്ക് വന്നത്. അപ്പോൾ വൈകുന്നേരം ഈ ഒരു നമ്മുടെ ടെറസിൽ വന്ന് നിൽക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട്
കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും താഴേക്ക് വന്നിട്ട് വിളക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അഷ്ടലക്ഷ്മിയുടെ ഫോട്ടോസ് മേടിച്ചിട്ട് മേലെ വെച്ചു എന്ന്. അപ്പൊ അതാണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. അപ്പോൾ അത് അവിടെ നിന്ന് ചെവരിന്ന് താഴെ ഇളകി വീണുപോയി. പിന്നെ ഞാൻ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നവിടെ താഴത്തോട്ട് തന്നെ ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഈ വാൾ സ്റ്റിക്കറിന്റെ മേലെ ഒട്ടിക്കുമ്പോഴത്തേക്കും ഡബിൾ സൈഡ് ടേപ്പിൽ ഒട്ടിച്ചേക്കുന്നതൊന്നും ഇളകി പോരുന്നില്ല. പക്ഷെ ഡയറക്റ്റായിട്ട് ചുവരിൽ വെക്കുമ്പോഴത്തേക്കും ആകെ അലമ്പാണ്. ഇനി എനിക്ക് അതേ കളറിലുള്ള വാൾപേപ്പർ മേടിച്ചിട്ട് മേലോട്ടും കൂടി ഒട്ടിക്കണമെന്നൊരു ഇതുണ്ട്. അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത് കേട്ടോ. എപ്പോഴൊന്നും ചെയ്യുന്നില്ല, എപ്പോഴെങ്കിലും അത് ചെയ്യണം. പൂജാ റൂം ഒന്നും കൂടി ഒന്ന് മേക്ക് ഓവർ ചെയ്ത് എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനത്തെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാനും ആമിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കാറുണ്ട്. രാവിലെ ചില ദിവസങ്ങളിൽ വെക്കാൻ പറ്റത്തില്ല, കാരണം ആമി സ്കൂളിൽ പോകുന്നതിന്റെ തിരക്കിനിടയിൽ. എന്നാലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാക്സിമം ഞാൻ മുടങ്ങാതെ വെക്കാറുണ്ട്. ചിലപ്പോൾ അതും വിട്ടുപോകാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ വൈകുന്നേരങ്ങളിൽ മുടങ്ങാതെ വെക്കും. എനിക്ക് പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ ഹസ്ബൻഡ് വിളക്ക് വെക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ രാവിലെ ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ള മാരിയും ഉഴുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വന്നെടുത്ത് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചോറ് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിക്ക് അരച്ചെടുക്കുന്നത് ഇഡ്ലിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ 2-3 ദിവസം ഇഡ്ലി ഉണ്ടാക്കാനുള്ള രീതിക്കാണ് അരച്ചെടുക്കുന്നത്. കാരണം ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങുന്നവരെ വെക്കത്തില്ല. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഞാനിതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ മാവെടുത്ത് പുറത്ത് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് ഒരു തണുപ്പൊക്കെ പോയി ഒന്നും കൂടി അതൊന്ന് പുളിച്ച് പൊങ്ങി വരുമ്പോഴത്തേക്കാണ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ടൊരു പുളിപ്പ് തോന്നത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഉഴുന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരാളിങ്ങനെ പറഞ്ഞു തന്നു, ഒരു കുട്ടി പറഞ്ഞു തന്നതാണ്. ഉഴുന്ന് കുതിർന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരച്ചാൽ മതി. അപ്പൊ അങ്ങനെയും കൂടി ആയപ്പോഴത്തേക്കും പുളിപ്പ് ടേസ്റ്റോ അങ്ങനെയൊന്നും വരുന്നൊന്നുമില്ല. അങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഞാൻ വന്നിട്ട് പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പൊ ഹസ്ബൻഡ് അവിടെ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചു. അപ്പൊ ഞാനിത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വെക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ബാലൻസ് ഇരുന്ന് ചെയ്യാലോ. അപ്പൊ മാക്സിമം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോഴേക്കൊണ്ട് ആമിയും കൂടി എന്നോടൊപ്പം കൂടിയിട്ടുണ്ട്. അപ്പൊ അവൾക്ക് അറിയത്തില്ല ഇത് ചെയ്യാനൊന്നും. എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്തു. അധികം മൂർച്ചയില്ലാത്തൊരു സിസറാണ് അവൾക്കെടുത്ത് കൊടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് അവളിങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കട്ട് ചെയ്തിട്ട് ബോറടിച്ചപ്പോഴത്തേക്കും അവളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ അവളിങ്ങനെ എടുത്ത് തരുവാണ് ചെയ്തത്. ഇതളുകൾ മാറ്റി തരുവാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആമിയും കൂടി കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ ആമിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതുപോലെ ഓണം എന്തിനാണ് ആഘോഷിക്കുന്നതെന്നും ഓണത്തിന്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ വീട്ടില് ഒരാഘോഷവും അങ്ങനെ ആഘോഷിക്കാറേ ഇല്ല. ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതേ കാര്യത്തെക്കുറിച്ച്. അപ്പൊ വീട്ടിൽ എൻ്റെ അച്ഛനാണെങ്കിലും ഒന്നും അത്രയ്ക്കും ഇതിനൊന്നും ഒട്ടും താല്പര്യം ഇല്ലാത്ത ആളാണ് കേട്ടോ. അമ്മയും അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് ഓണം, വിഷു, അതുപോലെ ദീപാവലി ഇതൊക്കെ ആഘോഷിക്കണമെന്ന്. പക്ഷെ അടുത്ത വീട്ടിലെ കുട്ടികൾ ആഘോഷിക്കുന്ന കണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നതല്ലാതെ അങ്ങനെ ഒരു ആഘോഷമൊന്നും എൻ്റെ ലൈഫിൽ ഇതുവരെയും ഞാൻ ഇത്രത്തോളം ആഘോഷിച്ചിട്ടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും എല്ലാം ആഘോഷിക്കാറുള്ളത് കേട്ടോ. അതിനുള്ളൊരു സ്വാതന്ത്ര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഹസ്ബൻഡ് എപ്പോഴും പറയും ഇവിടെ അമ്മ ഉണ്ടായിരുന്നപ്പോഴും എന്നെ പോലെയാണെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ തിരിച്ചു പിടിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. അതിനെനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ എപ്പോഴും ഈശ്വരനോട് നന്ദി പറയാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ആഫ്റ്റർ മാരേജ് പലർക്കും അതിന് മുന്നേ അവർ ലൈഫിൽ ജീവിച്ച പോലെ അല്ല അവരുടെ ലൈഫ് എന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം തിരിച്ചാണ്. ഞാൻ പക്ക ഒരു നാട്ടിൻ പ്രദേശത്ത് വളർന്ന ഒരു കുട്ടിയാണ് കേട്ടോ. ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്നെ വളർത്തിയതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഉത്സവം വന്നാലോ അല്ലെങ്കിൽ ഓണപരിപാടിയൊക്കെ കാണാനോ ഒന്നും പുറത്തൊന്നും അങ്ങനെ കൊണ്ടുപോകത്തുമില്ല. എനിക്കും പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ കുറച്ചൊന്നല്ല അത്യാവശ്യം കൂടുതൽ തന്നെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ആളും കൂടി ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു കോളേജ് കാലമൊക്കെ
കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തന്നെ സ്വയം ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങിയതും ആളുകളോട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. അതിനു മുന്നേ ഞാനൊരു ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കി അങ്ങ് ഇരിക്കും, പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കും, എൻ്റെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കുറേ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുടെ പേരിൽ എനിക്ക് ഒരു ഓർമ്മകളും അധികം അങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ഈ ഒരു ഓണം വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മയുടെ വീട്ടിൽ മാമൻ വന്ന് തന്നെ കൊണ്ടുപോകും. അതായത് അമ്മയുടെ ഇളയ സഹോദരനാണ് അമ്മാവൻ വന്ന് കൊണ്ടുപോകും. അങ്ങനെ 10 ദിവസം ഞാൻ അവിടെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അവിടുത്തെ ഈ ക്ലബിലെ പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളും എല്ലാത്തിനും ഞാൻ പങ്കെടുക്കുമായിരുന്നു, പ്രൈസുകളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് അത്രത്തോളം ഭയങ്കരമായിട്ടൊരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ ഇതെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആസ്വദിക്കുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നിർബന്ധമുണ്ട്, എൻ്റെ ആമി ഇതെല്ലാം കാണണം, അവൾ ഇതെല്ലാം അറിയണം, ഓരോ ആഘോഷത്തിൻ്റെയും പ്രത്യേകതകളും എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നൊക്കെ അവളെ അറിയിച്ച് തന്നെ വളർത്തണമെന്ന് എനിക്കതൊരു വാശിയുള്ളൊരു കാര്യമാണ് കേട്ടോ. വാശിയെന്നല്ല, അത് കുട്ടികൾ അറിഞ്ഞ് തന്നെ വളരണം. ഇന്നത്തെ ഒരു കാലത്ത് ഇതുപോലെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ഒന്നും തന്നെ അറിയത്തില്ലല്ലേ. അപ്പോൾ അവർക്ക് എല്ലാ കൾച്ചറും അവളെ എനിക്ക് പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ട്രഡീഷണൽ ആയിട്ടൊന്നും ആഘോഷിച്ചില്ലെങ്കിലും ഇവിടുത്തെ കൾച്ചർ ആണെങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്നും അവളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള ഓണം അവൾ ഓരോന്നായിട്ട് എടുത്ത് പറയും. ഏത് ഡ്രസ്സാണ് ഇട്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്തത് എന്നൊക്കെ എന്നെക്കാൾ നന്നായിട്ട് അവൾക്ക് അറിയാം കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. എല്ലാവരെയും പോലെ തന്നെയാണ് ഞാനും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മെമ്മറീസിൽ ഓർത്തെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഒന്ന് ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാം നമുക്ക് ഇതുപോലെ വ്ളോഗുകളാക്കി ഒക്കെ നമുക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണമൊക്കെ ഞാനെടുത്ത് കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അന്നത്തെ എന്നിൽ നിന്നും ഇന്നത്തെ എന്നിലേക്കുള്ള ഒരു മാറ്റവും നല്ലൊരു വ്യത്യാസമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായൊരു മാറ്റം ഉണ്ടാവുമല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും എവിടെ പോയാലും നമ്മുടെ പഴമകളുടെ ഒരു മണം നമ്മളെ വിട്ടു പോകത്തില്ലല്ലേ. പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾക്ക്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് അത് കണക്റ്റ് ആവും എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഒരു ലൈഫിലാണ്, ഈ ഒരു ആഫ്റ്റർ മാരേജാണ് ഞാനത് അനുഭവിച്ച് ജീവിച്ച് തീർക്കുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ കൂടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല, ചെറിയ ആഗ്രഹങ്ങളാണുള്ളത് കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു ആഗ്രഹങ്ങളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ നിമിഷവും സന്തോഷിച്ചും ആസ്വദിച്ചും ഒക്കെയാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും മാത്രമാണ് ഈശ്വരനോട് പറയാനുള്ളത്. എൻ്റെ പഴയ ഓർമ്മകളെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഓർമ്മകൾ സമ്മാനിച്ചിരിക്കുന്നത് നമ്മുടെ ചെന്നൈയിൽ നിന്നാണ്. കാരണം കല്യാണം കഴിഞ്ഞതിൻ്റെ ആ ഒരു വർഷം തൊട്ട് ഇങ്ങോട്ടുള്ള വർഷം, അതായത് 10 വർഷത്തിനിടയിൽ ഞാൻ ഒരു വർഷം പോലും മുടങ്ങാതെ അത്തപ്പൂക്കളം ഇടും. അതായത് ഓണത്തിൻ്റെ അന്ന്, അതായത് തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാണ് ഇടുള്ളൂ. ആദ്യത്തെ 10 മുതൽ 10 ദിവസം വരെ ഇടുന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോകുന്നുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ദൈവം സഹായിച്ച് അതിനൊന്നും എനിക്കൊരു മുടക്കവും പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഹസ്ബൻഡും നമുക്കൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ളത് നാട്ടിലത്തെക്കാളും ഇവിടത്തെയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ എല്ലാ വർഷവും ഞാൻ സദ്യ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ എല്ലാ വർഷവും അങ്ങനെ പുറത്തൊന്നും പോകാറൊന്നുമില്ല. അപ്പോൾ ഈ വർഷം ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ അടുത്ത വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ തിരുവോണ വ്ളോഗ് കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ അത്തപ്പൂക്കളം എങ്ങനെയുണ്ടെന്നൊന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കട്ടെ. നിങ്ങൾ ഇതിനോടകം തന്നെ ഒരുപാട് പേര് കമൻറ്റ് ടാബിൽ ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തിരുവോണ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.